അപ്പോൾ നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് പൈത്തൺ 3.9 ആണ്. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ കാളി ലിനക്സ് അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക sudo apt-get update. എന്നിട്ട് sudo പാസ്വേഡ് ചോദിച്ചു കഴിഞ്ഞാൽ കാളിയാണ് sudo പാസ്വേഡ്. കാളി നടിക്കുക KLI. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക sudo apt-get upgrade. എന്നിട്ട് വൈ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക sudo apt-get dist upgrade. അത് കഴിഞ്ഞിട്ട് നേരെ വെബ് ബ്രൗസറിലോട്ട് പോവുക. വെബ് ബ്രൗസറിൽ പോയിട്ട് പൈത്തൺ ഇൻസ്റ്റാൾ ഫോർ കാളി എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പൈത്തൺ ഡൗൺലോഡ് ഫോർ ലിനക്സ് എന്ന്. എന്നിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന പൈത്തൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡിങ് ഓപ്ഷനിൽ. എന്നിട്ട് നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അവിടെ കാണുന്ന ലിനക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പം ഫസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ്. അത് ക്ലിക്ക് ചെയ്യുമ്പം അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഹോമിൽ പോവുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പൈത്തൻ്റെ ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഫയൽ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടെർമിനലിലോട്ട് ഓപ്പൺ ചെയ്തിടുക. ഓപ്പൺ ടു ടെർമിനൽ അടിച്ചിട്ട് നമ്മൾ LS അടിക്കുക. LS അടിച്ച് കഴിഞ്ഞിട്ട് ./configure അത് കഴിഞ്ഞിട്ട് മേക്ക് എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. മേക്ക് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ sudo make install എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. അങ്ങനെ നമ്മളെ പൈത്തൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈത്തൺ ഒന്ന് റൺ ചെയ്ത് നോക്കാം, സംഭവം സെറ്റ് ആവുന്നതാണ്. പോവുക, LS അടിക്കുക. എന്നിട്ട് പൈത്തൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ജസ്റ്റ് സൂം ആക്കട്ടെ. എന്നിട്ട് നമുക്ക് പൈത്തൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2+2 എന്ന് അടിച്ച് നോക്കാം. 4 എത്ര വരും നോക്കാം. അങ്ങനെ പൈത്തൺ നമ്മൾ ഫുള്ളി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, ഒരു എററും കൂടാതെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.